അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു കാരുണ്യവാനാണ്. അല്ലമൽ ഖുർആൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. അല്ലമഹുൽ ബയാൻ മനുഷ്യൻ അല്ലാഹു ബയാൻ പഠിപ്പിച്ചു. എലക്വൻസ്, കാര്യങ്ങളെ ബോധ്യത്തോടുകൂടെ പറയാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയതാണ്. ഈ ആയത്തെടുത്ത് നോക്കിയാൽ ഒരു അത്ഭുതമുണ്ട്. കാരുണ്യവാൻ അർ-റഹ്മാൻ. അടുത്ത ആയത്ത് എന്താണ്? അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു. പിന്നെ ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. എങ്ങനെ പറയണ്ടേ ശരിക്ക്? കാരുണ്യവാൻ മനുഷ്യനെ പടച്ചു, ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഖുർആൻ പഠിക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ വേണ്ട. ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ പടച്ചു, എന്നിട്ട് ബയാൻ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു. പറയേണ്ടത് അങ്ങനെയല്ലേ നമുക്ക് തോന്നിപ്പോകും. അല്ല, പറഞ്ഞത് ഖുർആൻ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. സൃഷ്ടിപ്പ് നടത്തുന്നതിൻ്റെ മുമ്പ് അല്ലാഹു മൂല്യങ്ങളെ പടച്ചു. എന്ത് മൂല്യത്തിനാണ് മനുഷ്യനെ പടക്കുന്നത്? എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം? എന്താണ്? ഒരു സാധനം, ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറേഴ്സ് ആദ്യം ചിന്തിക്കുക എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരണം, അതിൻ്റെ വോള്യം കൂട്ടണം, അതിനെ ഹൈപ്പിച്ചു കൊടുക്കണം, അതിനെ കേൾപ്പിക്കാൻ കഴിയണം. ആ ഒരു കാര്യത്തിന് എന്ന് നീയത്ത് ആദ്യം ലക്ഷ്യം അവർ കാണണം, എന്നിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക അങ്ങനെയാണോ ചെയ്യുക? അല്ലല്ല, എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന ലക്ഷ്യം ആദ്യം വേണം. അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്. ഗായത്ത് അവൽ, പിന്നെ ഖൽഖ്. ആദ്യം ലക്ഷ്യമാണ്, പിന്നെയാണ് സൃഷ്ടിപ്പ്. അർ-റഹ്മാൻ കാരുണ്യവാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുമ്പ് അല്ലാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഗീബത്തോ നമീമത്തോ പറയരുത് എന്ന് പറയുന്നത്, കളവ് പറയരുത്, വഞ്ചന പാടില്ലെന്ന് പറയുന്നത്, പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്, പടച്ചതമ്പുരാനിലേക്ക് അടുക്കണം, ഇബാദത്ത് ചെയ്യണം, അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ്. റമദാൻ സ്വീകരിക്കുമ്പോൾ അഹ്ലൻ റമദാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മൂല്യങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്നാണ് റമദാൻ നോക്കുന്നത്. എത്രയോ റമദാൻ ഓരോ വർഷവും കയറി ഇറങ്ങിപ്പോകുമ്പോൾ ചില നാട്ടുകാരെ റമദാൻ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നോമ്പെടുത്തിട്ടുണ്ട്, ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്, മഗ്രിബ് കഴിഞ്ഞ് ഇഷ്ടം പോലെ കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ റമദാനിന് വേണ്ടി അതൊന്നും ആയിരുന്നില്ല. എന്തിനാ പട്ടിണി കിടക്കുന്നറിയോ? ഭക്ഷണം കുറച്ച് മാറ്റി വെക്കാനല്ല. അങ്ങനെ നടക്കുന്നില്ലല്ലോ. 2 നേരം ഭക്ഷണം ഒഴിവാക്കിയതിന് 5 നേരം ഏറെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് ഭക്ഷണം സേവ് ചെയ്യുക അത് ഏതായാലും നടക്കണില്ല. പിന്നെ ഒന്ന് തടി കുറക്കാൻ ഒരു റജീം അല്ലെങ്കിൽ ഒരു ഡയറ്റ്, അതും നടക്കണില്ല. റമദാൻ കഴിയുമ്പോൾ പിന്നെ 2 കിലോ കൂടുക ചെയ്യുന്നത്. പിന്നെ എന്തിനായി ഫാസ്റ്റിംഗ്? അള്ളാഹു പറഞ്ഞ കാരണം എന്താണെന്നറിയോ? വിശക്കുന്നവൻ്റെ വിശപ്പറിയാനാ നോമ്പെടുക്കാൻ പറഞ്ഞത്. അതൊന്നും അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കുന്നവരോട് നിങ്ങൾ നോമ്പ് എടുക്കണ്ടെന്ന് പറയില്ലേ? കാരണം അവർക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ എന്തായി പട്ടിണിയെന്ന്. അതുകൊണ്ട് പട്ടിണി കിടക്കുന്നവരൊന്നും BPL നോമ്പ് അങ്ങനെ പറയാം, അങ്ങനെയൊന്നുമില്ല. അവരും നോമ്പെടുക്കണം. ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിമാണെങ്കിൽ നോമ്പെടുക്കണം. രോഗിയാണോ? നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പെടുക്കണം. ദാരിദ്ര്യമുണ്ടോ? റമദാനിൽ നോമ്പെടുത്തേ പറ്റൂ. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കയ്പ് നീരറിയുക, അതൊക്കെ അതിൻ്റെ പ്രൈമറി ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. അതൊക്കെ അതിനോട് തുടർന്ന് വരുന്ന ചില ഉപകാരങ്ങളാണ്. പക്ഷെ എന്തിനാണെന്നറിയോ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാനാണ് ഇവിടെ ഇഫ്അൽ ലാ തഫ്അൽ എന്ന് പറയാൻ അധികാരമുള്ള അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനഹു. ഈ അധികാരമുള്ള അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ഇഫ്അൽ, ഇന്നത് ചെയ്യണമെന്നും
ലാ തഫഅൽ, ഇന്നത് ചെയ്യരുത് എന്നും നമ്മളോട് പറയാൻ അധികാരമുണ്ട് റബ്ബിന്. ആ റബ്ബിനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് നോക്കലാണ്. റമദാനിന്റെ പകലിൽ പച്ചവെള്ളം, സാദാ വെള്ളം റമദാൻ അല്ലാത്ത സമയത്ത് ഹലാലായിരുന്നത് റമദാനിന്റെ പകലിൽ നമുക്ക് കുടിക്കൽ ഹറാമായി മാറുന്നു. അതുവരെ ഹലാലായിരുന്ന ഭക്ഷണം പോലും റമദാനിന്റെ പകലിൽ ഹറാമാകുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആദ്യമേ ഹറാമാക്കുന്ന ലഹരിയും മയക്കുമരുന്നുകളും മദ്യപാനങ്ങളും തോന്നിവാസങ്ങളുമൊക്കെ എന്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയതല്ലേ? അത് നിഷിദ്ധമായി തന്നെ കാണേണ്ടതല്ലേ? ഇത് പഠിപ്പിക്കുവാനാണ് റമദാൻ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാനമേള സംഘടിപ്പിക്കുക. റമദാൻ കഴിഞ്ഞാൽ പിന്നെ പിടുത്തമിട്ട പരിപാടികൾ. പള്ളിയിൽ നിന്ന് ഉസ്താദിനെ പിരിച്ചുവിടുന്ന പോലെ റമദാൻ കഴിഞ്ഞാൽ അള്ളാഹിനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് നമ്മളല്ലേ. അന്ന് പറ്റില്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടുണ്ടോ? ഇത് നോക്കാൻ വേണ്ടിയാ നോമ്പ് നിർബന്ധമാക്കിയത്, വേറൊന്നിനല്ല. ഇവിടെ ഒന്ന് അള്ളാഹ്ക്ക് നമ്മളെ ഭക്ഷണമൊന്നും വേണ്ട. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഉളുഹിയ്യത്ത് അറക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് അള്ളാഹു അതാ പറഞ്ഞത്. നിങ്ങളുടെ മാംസവും നിങ്ങൾ എത്ര കിൻഡലാണ് ഓരോ പള്ളിയിലും മാംസം വിതരണം ചെയ്തത്, ഈ കണക്കൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ? തഖ്വാ മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടുണ്ടോ? എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട്? ഇത്രേ അള്ളാഹ് നോക്കുള്ളൂ. നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ നോക്കുക എന്താ, എത്ര കിലോ നമ്മൾ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് മാംസം എന്നാണ് നമ്മൾ നോക്കുക. അള്ളാഹ് പറയാ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. നിങ്ങൾ അറുത്ത മൃഗങ്ങളുടെ കന്നുകാലികളുടെ മാംസമോ അതിൻ്റെ ചോരയോ ഇതൊന്നും അള്ളാഹിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എത്രയാണ്? അള്ളാഹിൻ്റെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ കൽബിനുള്ളിൽ? ഇതാണ് റബ്ബ് തആല നോക്കുന്നത്. അതുകൊണ്ട് റമദാൻ ഹിദായത്തിൻ്റെ മാസമാണ്. റമദാൻ ഒരു വഴിത്തിരിവിൻ്റെ മാസമാണ്. റമദാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ എന്നേക്കുമായ നന്മയുടെ കവാടം തുറന്നു വെച്ച മാസമാണ്. ഖുർആൻ ഹിദായത്തല്ലയോ? ഖുർആനെ പറ്റി പറഞ്ഞ വാക്കന്നെ അതല്ലേ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ഇത് ജനങ്ങൾക്ക് സന്മാർഗമാണ്. നമ്മളൊക്കെ അല്ലാഹുവിനോടൊരു ദിവസം 17 തവണയാണ് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സന്മാർഗം കാണിച്ചു തരണമേ. എന്തായി ചോദിക്കുന്നത്? ജന്മനാ മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ അല്ലാഹുവേ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ ഞങ്ങളെ സഹായിക്കണമേ, നിലനിർത്തിക്കൊണ്ടുപോരാൻ സഹായിക്കണമേ. കാരണം ഇന്നലികുല്ലി അമലിൻ ശിറഹ് വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് ആവേശമുള്ള ഒരു കാലമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലികുല്ലി അമലിൻ ശിറഹ്, ഏതൊരു അമലിനും ആവേശത്തിൻ്റെ ഒരു കാലമുണ്ട്. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ. ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്ന കാലം, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം, ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം. പിന്നെ ഇതൊക്കെ നിന്നില്ലയോ? കുറഞ്ഞു പോയില്ലേ? മടുപ്പ് വന്നില്ലേ? നമ്മൾ മാറ്റിവെച്ചില്ലയോ? വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ? നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇബാദത്തിന്റെ വഴി അവിടെ നിന്നുപോയില്ലേ? പുണ്യനബി ഞങ്ങൾ പറയുകയാണ്, ഏതൊരു ഇബാദത്തിനും ഒരാവേശത്തിന്റെ കാലമുണ്ട്, ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും. വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും. ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എൻ്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിദായത്തുൽ തന്നെയാണ്. ആവേശം നിലനിർത്തി കൊണ്ടുപോകുന്നതൊരു പ്രശ്നമാണ്. കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ സന്മാർഗദർശനം മാതാപിതാക്കളിലൂടെ, ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എനിക്ക് എൻ്റെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. സബഉൽ മഥാനി എന്നുണ്ട്.
സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല. അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് ഖുർആനിലെ ആദ്യത്തെ സൂറയല്ലേ സൂറത്തുൽ ഫാത്തിഹ. ഖുർആന്റെ ക്രോണോളജി വെച്ചല്ല, മുസ്ഹഫ് നോക്കിയാൽ ആദ്യത്തെ സൂറയല്ലേ അത്. അള്ളാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത്, റബ്ബിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്? സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഇഹ്ദിനാ, സന്മാർഗ ദർശനം നൽകണേ. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുന്നതിൻ്റെ മൂല്യമറിയാത്തവരാണ് നമ്മൾ. അള്ളാഹു ജന്മന മാതാവോ പിതാവോ ഇതിലേതെങ്കിലും ഒരാൾ മുസ്ലിമാണെങ്കിൽ ജനിക്കുന്ന മക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിമാണെന്നാണ് ശരീഅത്തിന്റെ നിയമം. മനുഷ്യന്മാർക്ക് വേറെ നിയമങ്ങൾ ഉണ്ടാവാം, രാജ്യങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാകാം. ഇസ്ലാമിന്റെ നിയമപ്രകാരം മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടാളും മുസ്ലിമാവണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. പക്ഷേ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാകുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിവാഹം പോലും ശരിയല്ലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അതിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മന കുഞ്ഞിന് ഇസ്ലാം ലഭിക്കുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജന്മന മുസ്ലിമാവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. ആലോചിച്ചിട്ടുണ്ടോ, നമ്മളെങ്ങാനും മറ്റേതെങ്കിലും ഒരു ജാതിയിലോ ഒരു വിശ്വാസങ്ങളിലോ ഒരു കുടുംബത്തിലോ ഒരു തറവാട്ടിലോ ആണ് ജനിച്ചിരുന്നത് എങ്കിൽ ഈ മതം ഇസ്ലാം ഇത് കണ്ടെത്താനും അറിയാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി അള്ളാഹിന്റെ ദീനിലേക്ക് കടന്നു വരേണ്ടവരാകുമായിരുന്നു നമ്മൾ. നമുക്കതിന് കഴിയുമായിരുന്നോ? അത്ര ധൈര്യം നമുക്കുണ്ടാകുമോ? ഭീഷണി വരില്ലേ? ഭീഷണി ഉണ്ടാവില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലം ഡിലീറ്റ് ചെയ്യുകയല്ല, കഴിഞ്ഞ കാലം ഫോർമാറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാ ദീൻ പലർക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് വന്നിരുന്നത് എങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നോ? നമ്മളതിന് ശ്രമിക്കുമായിരുന്നോ? ജന്മനാ നമുക്കിത് ലഭിച്ചപ്പോ നമ്മൾ കാണുന്നത് ഉമ്മ സുജൂദ് ചെയ്യുന്നതാണ്, ഉപ്പ സുജൂദ് ചെയ്യുന്നതാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യം നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവൂ. തുഅറഫുൽ ഹഖായിഖു ഇൻദ ഫുഖദാനിഹാ. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ കിട്ടാതെയാകുമ്പോഴാണ്, ഇല്ലാതെയാകുമ്പോഴാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ബദറിൽ യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട ആളായിരുന്നു. ബദർ യുദ്ധം നടക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയുടെ അരികത്ത് കൊണ്ടുവന്നവരെ നിർത്തി. ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ അവരിലുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് ഇവർ കാണുമായിരുന്നു. നിസ്കരിക്കുമ്പോൾ നബി തങ്ങൾ ഖുർആൻ ഓതുന്നത് ജുബൈർ ഇബ്നു മുത്ഇം എന്നവർ കേൾക്കുകയാണ്.